56 വർഷം മുൻപ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ഇപ്പോൾ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിലാപയാത്രയായി നേരത്തെ ഇലന്തൂരിലെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. നൂറുകണക്കിന് ആളുകൾ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും തുടങ്ങുക? പള്ളിയിലും വലിയ ജനത്തിരക്കാണോ വീരസൈനികന് അന്തിമോപചാരം അർപ്പിക്കാൻ? നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് അവസാനമായി തോമസ് ചെറിയാന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. പള്ളിയിലെ മതപരമായ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള അവസാനഘട്ട ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. നിലവിൽ ഭൗതികദേഹം പള്ളിക്കുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ് പള്ളിക്കുള്ളിൽ പ്രവേശനമുള്ളത്. ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം സൈന്യം അവരുടെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഏകദേശം 1 മണിക്കൂറിലധികം സമയം ഈ ശുശ്രൂഷ ചടങ്ങുകൾക്ക് എടുക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. പ്രത്യേകം പള്ളിയിൽ തയ്യാറാക്കിയ ഒരു കല്ലറയിലായിരിക്കും ഈ സംസ്കാരം ഉണ്ടാവുക. പതിവ് പള്ളിയുടെ സെമിത്തേരിയിലല്ല ഈ സംസ്കാരം നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ നമ്മൾ പള്ളി വികാരിയുമായി സംസാരിച്ചൊരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് നൽകിയ പോലെ പ്രത്യേകമായൊരു ഇടത്ത് പ്രത്യേക കല്ലറയിലായിരിക്കും സംസ്കാരം എന്നുള്ള ഒരു കാര്യം അവർ അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ജവാന് തന്റെ ഏറ്റവും ജീവിതത്തിലെ സുവർണ കാലത്ത് നാടിനു വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യൻ നാട്ടിലേക്ക് 56 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ വേണ്ട രീതിയിലുള്ള ആദരവ്, വേണ്ട രീതിയിലുള്ള യാത്രയയപ്പ് നാടും നാട്ടുകാരും ഒപ്പം ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവകയിലെ പള്ളിയും നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം ആളുകൾ രാവിലെ മുതൽ ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ ഈ ഭൗതിക ശരീരം സൈനിക വാഹനത്തിൽ എത്തിയ നിമിഷം മുതൽ ഈ നാട്ടുകാർ ആ ഭൗതിക ശരീരത്തിനൊപ്പമുണ്ട്, അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഈ തോമസ് ചെറിയാന് വേണ്ട രീതിയിലുള്ള യാത്രയപ്പ് തന്നെ നൽകുമെന്ന് ഉറച്ചുകൊണ്ട് പ്രായഭേദമന്യേ ഇല്ലാതെ നിരവധി ആളുകളാണ് ഇദ്ദേഹത്തിന്റെ ഈ സൈനിക വാഹന വ്യൂഹത്തിന് പിന്നാലെ അണിനിരന്നത്. ഒപ്പം വീട്ടിലും എത്തിയത്. വീട്ടിലും നിരവധി ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവർ അവസാന നോക്ക്, അവസാന അഭിവാദ്യം അർപ്പിച്ചു പിരിഞ്ഞു. ഇപ്പോൾ പള്ളിയിൽ ഭൗതിക ദേഹം എത്തിയ ഘട്ടത്തിൽ പോലും നിരവധി ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നതിൽ വളരെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, 56 വർഷം മുമ്പാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിനും ഏറെ മുമ്പ് ഇദ്ദേഹം നാടുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സൈന്യത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഉള്ള ഇദ്ദേഹം ഈ നാട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ ഛേദനയേറ്റ ശരീരം വരുമ്പോൾ ഈ നാട്ടുകാർ ഈ വാർത്ത അറിയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ മാത്രമാണ്. എന്നിട്ട് പോലും ഇത്രമാത്രം ആളുകൾ ഇവിടെ ിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യസ്നേഹത്തിന്റെയാണ്. സ്വന്തം നാട്ടുകാരനെ അവസാനമായി നോക്ക് കാണാനുള്ള അവരുടെ ഒരു സ്നേഹമാണ്. ഇദ്ദേഹത്തിന്റെ 3, 4, 1, 2 തലമുറ കഴിഞ്ഞുള്ള ആളുകളാണ് നിലവിൽ ഈ നാട്ടിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിവൈകാരികമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച്. ഇവർ ഈ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മാധ്യമങ്ങളടക്കം നൽകിയ ഫോട്ടോകൾ കണ്ടുള്ള ഒരു ഓർമ്മ മാത്രമാണ് അവർക്ക് ഈ മനുഷ്യനെ കുറിച്ചുള്ളത്. എന്നിട്ടും അവരിങ്ങോട്ട് ഒഴുകിയെത്തുന്നു. അത് അദ്ദേഹത്തിനുള്ള ആദരവാണ്, ഈ രാജ്യത്തിനുള്ള ആദരവാണ്, സൈന്യത്തിനുള്ള ആദരവാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഔദ്യോഗികമായ സൈനിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം. കേരള പോലീസ് തങ്ങളുടെ ബഹുമതി, തങ്ങളുടെ ആദരവ് വീട്ടിൽ വെച്ച് നൽകി. കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് വീട്ടിൽ നിന്നും തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരത്തിന് യാത്രയയപ്പ് നൽകിയത്. അതിനുശേഷം നിലവിൽ ഭൗതികദേഹം പള്ളിയിലെത്തിയിരിക്കുന്നു. പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. 56 വർഷം മുമ്പ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ഇപ്പോൾ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ്. പള്ളിയിലും നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ച വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.